സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് ഹരീഷ് ബാബു, വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരൊക്കെ നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. എല്ലാവരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ കവിയരനെ ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാവണി സൂചിപ്പിച്ചതുപോലെ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ നാട്ടിക മണപ്പുറം അതിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള നാട്ടികയും തൃപ്പയാറും മലപ്പാടും ഒക്കെ രാവണി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുകയുണ്ടായി. അതിന് സമാനമായ നിരവധി അനുഭവങ്ങൾ പലതും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഉള്ള വൈകാരികമായ, സാമൂഹ്യമായ, സാംസ്കാരികമായ നിരവധി ബന്ധങ്ങളുള്ള ഒരു മേഖലയാണ് ഈ നാട്ടിക മണപ്പുറം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരള ലൈബ്രറി കൗൺസിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ ശരിയായ ഔചിത്യത്തോടും ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് നടത്താൻ ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഒരു അത്ഭുതമായി തോന്നുന്നില്ല. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സുഭാഷ് ടീച്ചറുടെ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ വീടെന്ന് അറിയാം എങ്കിൽ പോലും പല സന്ദർഭങ്ങളിലൂടെ വരാൻ ഒരുങ്ങിയതാണ്. പല പരിപാടികളുമായിട്ട് ഒന്നും ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, വീണ്ടും നാട്ടികയുടെ സാംസ്കാരിക സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് വരാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തും. പറഞ്ഞ പോലെ കെ വി പീതാംബരേട്ടൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. പീതാംബരേട്ടനെ കുറിച്ചും രാവണി സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹവുമായിട്ടും രാവണിയെ പോലെ തന്നെ വളരെ വലിയ വ്യക്തിബന്ധം മാത്രമല്ല, ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ നാട്ടിക കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥയുടെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു വഴികാട്ടിയും മാർഗദർശിയും എല്ലാ തരത്തിലും മുന്നിൽ നടന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അന്നത്തെ തൊഴിലിടത്തിൽ ഞങ്ങൾ സ്ഥിരം അവിടുത്തെ ഒരു അന്തേവാസികളായിരുന്നു എന്ന് പറയാം. നാട്ടിക മുന്നുപിടിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടിടമൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നിരുന്ന് സംസാരിക്കുകയും അവിടെ തൊഴിലാളികൾ പത്രവും, അവിടെ ഞാൻ കണ്ടൊരു സ്വഭാവവിശേഷം, ഈ വീട്ടുതൊഴിലാളികൾ പത്രം വായിക്കുന്നതാണ് എല്ലായിടത്തും കേട്ടിട്ടുള്ളത്. പക്ഷേ അവിടെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നോവലും മറ്റ് സാഹിത്യകൃതികളൊക്കെ വായിച്ചിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. നമ്മളിങ്ങനെ ഒരു വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രഭാഷണം നടത്തുക എന്നുള്ളത് ഇത്ര കണ്ട ഔചിത്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം, ചർച്ച ചെയ്യാം. ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു രൂപമായിട്ട് തന്നെ കണക്കാക്കരുത്. പ്രധാനമായിട്ടും ഇത്തരം സദസ്സുകളിൽ ഇവിടെ ചെയ്തതുപോലെ തന്നെ കവിതകളും പാട്ടും സംഗീതവും വർത്തമാനവും കഴിയാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കലാരൂപങ്ങളുടെ അവതരണവും, ഞങ്ങളെപ്പോഴും നിർബന്ധിക്കാറുള്ള ഒരു സംഗതി ചെറിയൊരു ഭക്ഷണവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഹരിസോബായാലും സുന്ദരമാഷായാലും അവർക്കൊക്കെ ഓർമ്മയുണ്ടാവും തീർച്ചയായിട്ടും. അല്ല, അവരുടെയൊക്കെ ബോധ്യപ്പെട്ടുള്ള സംഗതിയായിരിക്കും ഈ വൈകുന്നേരത്തെ ഒരു ചെറിയ ഭക്ഷണം അത് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പല സ്ഥലത്തും പോകുന്ന ആളായതുകൊണ്ട് അത് വീട്ടിൽ വൈകുന്നേരം ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതൊരു വലിയ സ്വാതന്ത്ര്യവും സൗകര്യവും. ചെറിയ ഭക്ഷണത്തിനും ഒരു രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചുറ്റുകളിക്കാരൻ്റെ മകളായിട്ടുള്ള സൈനബ തൻ്റെ കാമുകന് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചായപ്പീടികയിൽ മറ്റെല്ലാവർക്കും പുട്ട് കൊടുക്കുന്ന, ചായപ്പീടികയിൽ ചായ വിളമ്പലാണ് അവളുടെ സ്വന്തം ചായക്കടയാണ്. അപ്പം മറ്റുള്ളവർക്കും സാധാരണ പുട്ട് കൊടുക്കുമ്പോൾ മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്ന കഥാപാത്രം അയാൾ പുട്ടെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കോഴി
പക്ഷേ ആ മണ്ടനായതുകൊണ്ട് അദ്ദേഹം അത് പ്രദർശിപ്പിച്ച് ആകെ പ്രശ്നമാക്കി. പക്ഷേ അവളത് ചെയ്തത് തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, അതിനെക്കുറിച്ച് വിജയമാഷക്ക് വളരെ എഴുതിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു വലിയ സംഗതിയാണ് ഭക്ഷണം. അങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത്. എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ആകമാനം പിടിച്ചെടുക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് കൂടി നമ്മൾ കൂട്ടമായിരുന്ന എവിടെയായാലും ഇപ്പോൾ കല്യാണ വീട്ടിലായാലും ഒരു മരണ വീട്ടിലായാലും ഒക്കെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും കടന്നു വരും. സ്വാഭാവികമാണത്. ആ മട്ടിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഹരീഷ് ബാബു വളരെ സൂക്ഷ്മമായി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ അഭിമാനമുണ്ട്. വാസ്തവത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യയിലെ പല സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഒരു ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭാഗ്യം, ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള. ഇവിടുത്തെ പ്രകൃതിയുടെ പ്രത്യേകതയുണ്ട്, അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയുണ്ട്, കാലാവസ്ഥയുടെ പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം മാത്രമല്ല നമ്മളിപ്പോൾ നടത്തുന്ന ഈ ലൈബ്രറി കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനം തന്നെയുണ്ട്. ലൈബ്രറികളൊക്കെ തന്നെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനെങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയും അതിനൊരു മഹത്തായ പ്രസ്ഥാനമായി നിലനിർത്തി രാജ്യം മുഴുവൻ പല സ്ഥലങ്ങളിലും സർക്കാരിൻ്റെ സൗകര്യത്തോടു കൂടി, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെറിയ തോതിലാണെങ്കിലും ലൈബ്രറി ലൈബ്രറിയന്മാർക്കുള്ള അലവൻസും അതുപോലെ തന്നെ പുസ്തകം വാങ്ങിക്കാനുള്ള പണവും അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ കെട്ടിടം പണിയാനുള്ള സൗകര്യങ്ങളും ഫർണിച്ചറും മറ്റൊക്കെ കാര്യങ്ങളായിട്ട് സർക്കാർ ഇങ്ങനെ ഇടപെട്ട് അതും തന്നെ നമ്മുടെ നികുതി പണത്തിൻ്റെ ഒരു പണം കൃത്യമായി ചെലവഴിക്കണം എന്നൊക്കെ രീതിയിൽ കർശനമായ നിബന്ധനയോടുകൂടിയുള്ളൊരു സാംസ്കാരിക പ്രസ്ഥാനത്തെ ഒരു സാമൂഹ്യ ഗവൺമെൻറ് പിന്താങ്ങി നിലനിർത്തുന്ന ഒരു സംവിധാനം വാസ്തവത്തിൽ വേറെ ലോകത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ഇത്രമാത്രം ലൈബ്രറികൾ മുഴുവൻ എല്ലാവരും വന്ന് കുട്ടികൾ എല്ലാവരും വന്ന് അവിടെ ഇരിക്കുന്ന പുസ്തകം മുഴുവൻ അയച്ചു കുറച്ച് വായിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വായനയുടെ കുറവല്ല അത്. ലൈബ്രറി ആശ്രയിക്കുമ്പോൾ വായനയ്ക്ക് വേണ്ടി ലൈബ്രറി ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വസ്തു. വായിക്കാൻ നിരവധി വേറെ മാർഗങ്ങളുണ്ട്. ഈ ഒരു ചെറിയ സാധനം തന്നെ നമ്മുടെ വായനയെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ഇത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും വായിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഒരു വലിയ രൂപത്തിലാണ്. ഒരു ടാബ് എന്ന് പറയുന്ന സാധനത്തിൽ ഇരുന്നിട്ടാണ് എല്ലാ വീക്കിലികളുമായിട്ട് പതിപ്പും പത്രങ്ങളും മാസികകളും ഒക്കെ ഞാനിതിലാണ് വായിക്കുന്നത്. അവിടെയൊക്കെ വീട്ടിൽ കണ്ടമാനം സാധനം വരുന്നുണ്ട്. ഒക്കെ കെട്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും തുറന്നു നോക്കേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ലൈബ്രറി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കുട്ടികൾ വരണം എന്നൊന്നുമില്ല. എങ്കിൽ പോലും ആ ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തെ ഇതുപോലുള്ള പല കഴിവഴികളിലൂടെ തിരിച്ചുവിട്ട് സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെയും വിദ്യാഭ്യാസ പുരോഗതിയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ്? ഇതിലെന്തായാലും ഒരു സ്ഥലത്ത്. അപ്പോൾ അത്തരം ഒരു പ്രസ്ഥാനം തന്നെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് തന്നെ കേരളത്തിൻ്റെ പുരോഗതിയുടെ ഒരു വലിയ തെളിവാണ്. അതുപോലെ തന്നെ ഓരോ അർത്ഥത്തിലും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മലയാള മനോരമയും അല്ലെങ്കിൽ മാതൃഭൂമിയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ കണ്ടിട്ട് സത്യമായിട്ടാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ വസ്തുനിഷ്ഠമായി നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ പരിശോധിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ തന്നെ രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളാണ്. ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് അറിയാൻ അവരുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി, UGC അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അവരൊക്കെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തന്നെ അതൊക്കെ നമ്മുടെ ജീവിതത്തിനും പ്രതിഫലിക്കുന്നതാണ്. അതൊക്കെ പുറത്ത് യാത്ര ചെയ്ത് തിരിച്ചു വരുന്നവർക്കാണ് അതൊക്കെ മനസ്സിലാവുക. അങ്ങനെ കണക്കുകളുടെ അടിസ്ഥാനത്തിലായാലും ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പുരോഗതി നമുക്ക് അഭിമാനകരമാണ്. പറഞ്ഞു വന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് അടുത്ത കാലത്ത് വന്ന ഒരു റിസൾട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട
ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി പണ്ട് കാലത്ത് തന്നെ പട്ടികയിൽ കേരളം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന കാലത്ത് പല യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്, അന്നൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 തവണകളായിട്ട് കയറി വന്നിരിക്കുകയാണ്. കേരളത്തിലെ അത് ജനകീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, സർക്കാരിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റി മിക്കവാറും ഈ റാങ്കിങ്ങിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ പണ്ട് കാലത്ത് എടുത്തു നോക്കുമ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെ സ്വകാര്യ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനം വളരെ അപൂർവമാണ്. മാത്രമല്ല ഈ റാങ്കിങ്ങിലേക്ക് കയറി വന്ന് 10ൽ 2 വന്നിട്ടുള്ളതാകട്ടെ കേരളത്തിലെ നമ്മളെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന MP സർവകലാശാല പോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ് റാങ്കിങ്ങിലേക്ക് കയറുന്നത്. വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതെന്ന് പറയാതിരിക്കാൻ തോന്നുന്നത്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പണ്ട് കാലം മുതലേ തന്നെ പലതരത്തിലുള്ള പുരോഗതി ആർജിച്ചിരിക്കുന്നു. സാക്ഷരതയുടെ കാര്യത്തിലും സാംസ്കാരിക പുരോഗതിയുടെ കാര്യത്തിലും ഈ പറഞ്ഞ ലൈബ്രറികളുടെ എണ്ണത്തിലും അങ്ങനെയൊക്കെയുള്ള തലങ്ങളിലുള്ള പുരോഗതി നമുക്ക് എല്ലാവർക്കും പണ്ട് കാലം മുതലേ ബോധ്യമായിട്ടുള്ളതാണ്. മറ്റൊന്ന് ആരോഗ്യത്തിൻ്റെ മേഖലയിലുള്ള പുരോഗതി നമ്മളെപ്പോഴും പറയാറുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിയെയും കേരളത്തിലെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗതിയെയും ഒക്കെ തന്നെ പണ്ട് മുതലേ തന്നെ അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണെങ്കിലും നമ്മുടെ ആശുപത്രികളിലൊക്കെ തന്നെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. ഞാനും നമ്മുടെ സുനിൽ പിള്ളയുടെയും കൂടി ഡൽഹിയിൽ പോയി കുറേ ദിവസം അവിടെ ഒരു കാര്യത്തിനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അവിടെ ചുറ്റിക്കറങ്ങി കുറച്ച് ട്രെയിൻ എടുത്തു. തിരിച്ചു വന്നപ്പോൾ സുനിലിന് ഇങ്ങനമായിട്ടൊരു അസുഖം പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ടിന് തകരാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചു എവിടെയാണ് സർജറി? അത് എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. സുനിലിന് വേണമെങ്കിൽ അവരും പോവാം. അദ്ദേഹത്തിന് വലിയ പണക്കാരൊന്നുമില്ല, എങ്കിൽ പോലും യൂണിവേഴ്സിറ്റി അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മളെ വീടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സൗകര്യമുള്ള ഏത് സ്ഥലവും പോവാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സർക്കാർ ആശുപത്രി തിരഞ്ഞെടുത്ത് പോയതല്ല, അതാണ് നല്ലതെന്ന് കൊണ്ട് പോയതാണ്. അപ്പോൾ ഏത് രോഗത്തെയും ചികിത്സിക്കാൻ കഴിയുന്നുള്ള പൊതുജനാരോഗ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സുഖമാണ്. പണ്ട് കാലം മുതലേ ആരോഗ്യ പരിരക്ഷയിലും ശുചിത്വബോധത്തിലും ഒക്കെയുള്ള പ്രത്യേകത കേരളത്തിനുണ്ട്. അത് ഒരു കാലഘട്ടത്തിൽ പിന്നീട് സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ സ്കൂളുകളും, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളുമായിട്ട് കയറി വന്നു. അത് രണ്ടും മാറിക്കൊണ്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പൊതുജനാരോഗ്യ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ ഭാഗമാവുകയും സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സഹായമായി മാറുകയും ചെയ്ത ഒരു സംഗതി. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിൻ്റെ കണക്കുകളുടെ കാര്യത്തിൽ. ഇപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ചായാലും മറ്റേത് കാര്യത്തെ സംബന്ധിച്ചായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് വരുന്നത് ആയുസ്സിൻ്റെ കാര്യമാണല്ലോ. ആയുസ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പുരോഗതി നമുക്ക് ചോദിച്ചാൽ മതി. ഇതാർക്കും മാറ്റി കളയുന്ന എഴുതുന്നൊരു കണക്കല്ല. ശിശുമരണ നിരക്ക്, പ്രസവത്തോടുകൂടിയുള്ള കുട്ടികളുടെ നിരക്ക്, അമ്മമാരുടെ മരണത്തിൻ്റെ നിരക്ക്, അത്തരത്തിലുള്ള നിരവധി ആരോഗ്യ മേഖലകളുണ്ടാവും വമ്പിച്ച തരത്തിലുള്ള പുരോഗതി. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി, അതിന് തൊട്ട് മുമ്പ് തന്നെ കാർഷിക രംഗത്തുണ്ടായിരുന്ന വലിയ പുരോഗതി, വീണ്ടും നമ്മുടെ വയലേലകളൊക്കെ തന്നെ പച്ചനിറമായിരിക്കുകയാണ്. ഇതൊക്കെ വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതിയുടെ അനന്തരഫലങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില ആശങ്കകൾ നമ്മൾ ഇത്തരം വീട്ടുമുറ്റ സദസ്സുകളിൽ നമ്മൾ ആശങ്കകൾ തന്നെയാണ് പങ്കിടുന്നത്. കാരണം ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെയാണ് ആരിസ്റ്റോട്ടൽ നേരത്തെ സൂചിപ്പിച്ചത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ കൈവരിച്ചിരുന്ന ഒരുപക്ഷെ ഭൗതികമായ തലത്തിൽ, വികസനത്തിൻ്റെ തലത്തിൽ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ തലത്തിൽ, ആരോഗ്യ വിദ്യാഭ്യാസ തലത്തിൽ ഉള്ള റാങ്കിങ്ങിലൊന്നും അത്ര മികച്ചതല്ലാത്ത കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ നിലനിന്നിരുന്ന സാംസ്കാരിക അന്തരീക്ഷം, ജനങ്ങൾ തമ്മിലുള്ള ഐക്യം, അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധം, വ്യത്യസ്ത ആചാരങ്ങളും ജീവിത രീതികളും വിശ്വാസങ്ങളും
ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അല്ലാണ്ട് വേറെ ആരുടെയും വിശ്വാസത്തിന് അനുയോജ്യമായി ജീവിക്കാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴും അതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അയൽക്കാരനുമായിട്ടുള്ള അല്ലെങ്കിൽ അയൽഗ്രാമക്കാരനുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കാനുള്ള കേരളത്തിൻ്റെ അത്രാണിയും കഴിവും, അത് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ കേരളം ആർജിച്ച മഹത്തായ ഒരു സംഭവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം എന്ന് പറയുന്ന ഗ്രാമങ്ങളൊക്കെ ചിട്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗ്രാമവസ്ഥ ലോകത്ത് ഒരു സ്ഥലത്തും പോയി കാണാൻ കഴിയും. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത സാംസ്കാരിക നിലവാരത്തിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത സാമ്പത്തിക നിലവാരത്തിൽപ്പെട്ട ആളുകൾ, ഔദ്യോഗിക ഉദ്യോഗ തൊഴിൽ മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തതകൾ പാലിക്കുന്ന ഒരു രൂപമാണ് നമുക്ക് ഏത് ഗ്രാമത്തിൽ പോയാൽ കാണുന്നത്. ഏത് ഗ്രാമത്തിൽ പോയില്ല തൊട്ട് അയൽവക്കത്തും. പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയല്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓരോരോ ഗ്രാമവും അതിൻ്റേതായിട്ടുള്ള ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു സാമ്പത്തിക വിഭാഗത്തിൻ്റെയോ ഒരു സാംസ്കാരിക വ്യവസ്ഥയുടെയോ ആചാരത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക രൂപം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ്. ഇത്തരത്തിൽ നമ്മൾ ആർജിച്ച കൃത്യമായിരുന്നു നവോത്ഥാനം കൊണ്ട് നമ്മൾ ആർജിച്ച ഇന്ത്യക്ക് അങ്ങേ തലത്തിലായിരുന്നു നമ്മളൊന്ന് ഓർക്കണം. അങ്ങേയറ്റം ഭീകരമായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളൊന്ന് ഓർക്കണം. അത്രയധികം അകലം പാലിച്ചിരുന്ന, എത്രയടി അകലം പാലിക്കണമെന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ടായിരുന്നു. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ എത്ര അടി അകലത്തിൽ നിലനിൽക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ആവശ്യത്വങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ ആചാരങ്ങളൊക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. ഈ എന്താണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടാണ് മനുഷ്യ കേരള സമൂഹം നിലനിന്നത്. അത് ക്ഷേത്രങ്ങളുടെ അകത്ത് ഇനി മുഴുവൻ മാറിയിട്ടില്ല. അവിടെ ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് മാല കെട്ടാൻ വേണ്ടി താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരാൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടായി. അയാൾ അപ്പോയിന്റ് ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ചില തന്ത്രിമാർ ഇപ്പോഴും അനുയോജിച്ചിട്ടില്ല. തന്ത്രിമാരാണ് അവിടുത്തെ ആചാരത്തിൻ്റെ ആ അവകാശികളെന്ന് കോടതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അവരിപ്പോൾ പിന്നെ രണ്ടാമത് കോടതി പോയിട്ടില്ലെങ്കിലും അവർ ക്ഷേത്ര പരിപാലന കാര്യങ്ങളിലൊന്നും സഹായിക്കുന്നില്ല. പക്ഷേ തന്ത്രി കുടുംബത്തിൽ തന്നെ പെട്ട വേറെ ചില ആൾക്കാർ വരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞത്. പല ക്ഷേത്രങ്ങളിലും താഴ്ന്ന ജാതിയിൽപ്പെട്ട സമൂഹത്തിലെ മനുഷ്യർക്ക് അവർ വാദ്യകലാകാരന്മാരാണെങ്കിലും അവർക്ക് അവരുടെ വാദ്യകല പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ പഴയ കാലത്ത് അത്രയും അതൊക്കെ ക്ഷേത്രങ്ങളിൽ മാത്രമാണെന്ന് പലപ്പോഴും പറയുന്നത്. സമൂഹത്തിലേക്ക് അത് കടന്നു വന്നിരുന്നു. സമൂഹത്തിൽ നിന്നൊക്കെ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടും അതൊക്കെ മാറ്റി തീർക്കാൻ നമുക്ക് അത്തരം ഒരവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയെ നമുക്ക് വിദ്യാഭ്യാസ നിലവാരത്തിലും ആരോഗ്യ നിലവാരത്തിലും ഉണ്ടാകുന്ന പുരോഗതിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നടക്കുന്ന ഒരു സർവേ നടത്തി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ്. എത്ര കണ്ട് കേരളം ഈ മട്ടിൽ സാംസ്കാരികമായി പിന്നോട്ട് പോയി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും എന്നാണ് വെപ്പ്. കാരണം മനുഷ്യനെ പ്രത്യക്ഷത്തിൽ കാണാതെ അവൻ്റെ ആത്മാവിൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് കടന്ന് അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പരിശോധിക്കുന്ന പരിപാടിയാണ് പ്രധാനമായിട്ട് ഈ സാഹിത്യം എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത്. ഉള്ളിലിരിപ്പ് പിടികിട്ടുന്ന സംഭവമാണ്. കേരളീയനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിദഗ്ധമായിട്ട് പ്രത്യക്ഷമായിട്ടൊരു പുരോഗമന അവന് സാമ്പത്തികമായും സാമൂഹികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ക്ഷേമപ്രവർത്തനത്തിൻ്റെയും മറ്റു തലത്തിലൊക്കെ നടക്കുന്ന പുരോഗതിയുടെ ആ ഒരു മുഖം പ്രദർശിപ്പിക്കുകയും ശാരീരികമായി അതൊക്കെ പ്രകടിപ്പിക്കുകയും ആത്മീയമായി അല്ലെങ്കിൽ മനസ്സിൻ്റെ അകത്ത് മാനസികമായി മറ്റൊരു ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നോക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പോൾ സാഹിത്യകൃതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പരിശോധിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല ജീവിത പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല, ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാം അറിയാറില്ല. കാരണം കുടുംബത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാനാണെന്ന് ശരിയല്ലല്ലോ. പക്ഷെ ചിലപ്പോൾ പുറത്ത് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസ് കേസാവും, വാർത്തയിൽ വരും.
അത്ര രൂക്ഷമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്ക് ചില കുടുംബങ്ങൾ ചെന്നുപെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ആ കുടുംബം അങ്ങേയറ്റം തകർച്ചയിലായിരുന്നു. ഒരു അഗ്നികുണ്ഡത്തിൻ്റെ മുകളിലാണ് ആ വീട് കഴിഞ്ഞിരുന്നത്. ഇതൊന്നും അറിയാൻ പറ്റില്ല. കേരളത്തിൻ്റെ ആ ഒരു സാമൂഹ്യ ബന്ധങ്ങളുടെ വിച്ഛേദനം കൊണ്ട് അയൽവാസി എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ അവൻ കൂട്ടാത്മഹത്യ ചെയ്തതിനു ശേഷവും അതിൻ്റെ സംഭവങ്ങൾ അറിയാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള തകർച്ചകൾ, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന, സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സാഹിത്യ കൃതികൾ വരെയുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ, അത് ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയാവുന്ന ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മകൻ, അച്ഛൻ, കാമുകി, കാമുകൻ, ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പോലും ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ വാർത്തകളായി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത്തരം വാർത്തകൾ കൂടി വരുന്നു. ആത്മഹത്യകൾ പെരുകുന്നുണ്ട്. ഈ ആത്മഹത്യകൾ പല സാഹചര്യത്തിലും പല രീതിയിലാണ് പെരുകുക. ഒരു കാലഘട്ടത്തിൽ വലിയ ആത്മഹത്യ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തന്നെ ആത്മഹത്യ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അറിയാം അത് പ്രണയമാണ്. കാരണം ചങ്ങമ്പുഴയും രമണനും കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉടനെ കാമുകൻ അത് പ്രണയം തന്നെ, വേറെ യാതൊരു സംഭവമില്ല. എല്ലാത്തിനും പ്രണയമായിട്ടാണ് വ്യാഖ്യാനിക്കുകയും അതിനുവേണ്ടി കഥകൾ നിർമ്മിക്കുകയും അങ്ങനെയാണ് നാട്ടിലൊക്കെ കഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ പ്രണയം ആത്മഹത്യ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനൊന്ന് ചേരുണ്ടാവും വിചാരിച്ചിട്ട് അതൊക്കെ അവസാനിപ്പിച്ചൊക്കെ വേറെ വഴി അന്വേഷിച്ചു. ചങ്ങമ്പുഴയുടെയും രമണൻ്റെയും കാലം അവസാനിച്ചു. അതൊരു നൊസ്റ്റാൾജിയായി, അതൊരു നമുക്ക് വായിച്ച് രസിക്കാവുന്ന കൃതിയായി. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ ഞാനിൻ്റെ അവനെയൊക്കെ പണ്ടപ്പോൾ നമ്മുടെ ഒരു 10-20 കൊല്ലം മുമ്പ് വളരെ ഗൗരവമായിട്ട് തൃശ്ശൂരിലെ സാംസ്കാരിക സദസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ. രാവുണ്ണിയൊക്കെ വയനാട്ടിലേക്ക് പോയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. മുരളിയിലേക്ക് കൊണ്ടിട്ട് അന്ന് നമ്മുടെ നടൻ മുരളി രാവുണ്ണിയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. മുരളി രാവുണ്ണിയുടെ കൂടെ ഞാൻ പോയത് അവിടെ നിന്ന് അവിടം വരെ ഒരു അക്ഷരം കണ്ടിട്ടില്ലാണ് പരാതിയൊക്കെ പറഞ്ഞിട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് തുരുതുരാ ആത്മഹത്യകളുടെ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കർഷകരുടെ ആത്മഹത്യ കേരളത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 10 വർഷങ്ങൾക്ക് 15 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും ഏഷ്യൻ കരാറും സാമ്പത്തിക പരിപാടികളൊക്കെ ഉണ്ട്. അത് ശരിയായ രീതിയിൽ വയനാട്ടിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യാണ്. തുരുതുരാ ആത്മഹത്യയാണ് കർഷകർ. നമ്മളൊക്കെ ആലോചിച്ചു. ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ വലിയ യോഗം കൂടി എഴുത്തുകാർ MT വാസുദേവൻ നായർ അങ്ങോട്ട് പോയി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. MT അങ്ങനെ ഇത്തരത്തിലുള്ള മേഖലകളിലേക്കൊന്നും പോയി പര്യടനം നടത്താത്ത ആളാണ്. അദ്ദേഹം വന്ന് അവിടെ പോയി പ്രസംഗിച്ചു, പല പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു. പക്ഷേ എഴുത്തുകാർക്കൊക്കെ എന്ത് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും? കുറേ മാനസികമായിട്ട് അവരെയൊക്കെ സംതൃപ്തിപ്പെടുത്താനും കുറേ മാനസിക രോഗ ചികിത്സയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കൂടെ പോയിരുന്നു. കുട്ടികളെയൊക്കെ തന്നെ, പ്രത്യേകിച്ചും ആത്മഹത്യ നടന്ന വീടുകളിലെ കുട്ടികളെയൊക്കെ സമാധാനിപ്പിക്കാനും അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും. കടബാധ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. കർഷകരുടെ കടബാധ്യത, കടം കണ്ണ് കിട്ടുന്നതിന് ഉള്ള തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായി തിരിച്ചടവ്. ആ കാലഘട്ടത്തിൽ ഈ ബ്ലേഡ് കമ്പനിക്കാരെന്ന് പറയുന്ന ആൾക്കാരുടെ മേധാവിത്വമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആത്മഹത്യകൾ അതൊക്കെ വലിയാണ്. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അത് കർശനമായിട്ടുള്ള കഴിഞ്ഞ 2 കൊല്ലത്തെ 2 ടൈമായിട്ടുള്ള കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് തന്നെ ഇടപെട്ട് അതിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിക്കലുണ്ടായിരുന്നില്ല, അതിനെ തന്നെ തടയുന്നതിന് വേണ്ടിയുള്ള കർശനമായിരുന്ന നിയമം ഈ കഴിഞ്ഞ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ചു. കേരളം ആ ഒരു മട്ടിൽ ഇനി ആത്മഹത്യയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിരാശയിലേക്ക് പോകണ്ട എന്നുള്ളൊരു സംഗതി കൂടി ആയിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ആത്മഹത്യകൾ പലതും പരിശോധിച്ച് നോക്കുമ്പോൾ സാംസ്കാരികമായ തകർച്ച, അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് നിരാശാബോധം. നിങ്ങൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടെ? കേരളത്തിലെ ആശുപത്രികളിൽ പോകുന്ന രോഗികളിൽ പലരും എല്ലിൻ്റെ ഡോക്ടറെയും പല്ലിൻ്റെ ഡോക്ടറെയും ഹൃദയത്തിൻ്റെ ഡോക്ടറെയൊക്കെയാണ് കാണാൻ പോകുന്നെങ്കിലും അവരൊക്കെ തന്നെ അതിൽ നല്ല ഡോക്ടർമാർ അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് മാനസികാരോഗ്യ വിദഗ്ധൻ്റെ. കാരണം അവിടെയാണ് ഇത് പരിഹരിക്കേണ്ടതെന്ന് അവർക്ക് എല്ലാവർക്കും ഡോക്ടർമാരൊക്കെ പലരും പറയാറുണ്ട്. വരുന്ന രോഗികളിൽ
ഒരു 50% കടുത്ത നിരാശയിൽപ്പെട്ടു, ജീവിതത്തിൻ്റെ നിരാശയിൽപ്പെട്ടു, തകർന്നു. അത് ശാരീരികമായ രോഗങ്ങളായിട്ട് പരിണമിച്ച് വരുന്നവരാണ്. അപ്പോൾ ഇവിടുന്ന് അവർക്ക് എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള ശമനമായി കൊടുക്കാൻ പറ്റുള്ളൂ. ശാരീരികമായ ശമനം മറ്റിടത്തുനിന്നേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സമൂഹത്തിൽ പലപ്പോഴും ഈശ്വരവിശ്വാസവും മതവിശ്വാസവും ചർച്ചയാവുന്നു. ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ വിശ്വാസം അതുപോലുള്ള സംഗതികളൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു വർഗവൈരുദ്ധ്യമുള്ള സമൂഹത്തിൽ, വർഗവിഭജിതമായ സമൂഹത്തിൽ അതിൻ്റെ സാധ്യതകൾ ഉണ്ട്. അത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് പലതരത്തിലുള്ള നിരാശ ഒരു സാംസ്കാരിക പ്രശ്നമായി മാറും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനതൊരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ളത് എനിക്ക് പറയുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു യുവാവ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സംഘടനയെക്കുറിച്ച് അദ്ദേഹം രേഖാമൂലവും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടും ചില പരാമർശങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ. RSS എന്ന് പറയുന്ന സംഘടനയിലെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ RSSൻ്റെ കാര്യവാഹകയായിരുന്നു. തുടർന്ന് കുട്ടിക്കാലം മുതലേ തന്നെ ശാഖയിൽ പോയി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം എഴുതി വെച്ച വരികൾ ഇങ്ങനെയാണ്: ഒരു കാരണവശാലും ആ സംഘടനയിൽ കുട്ടികളെ അയക്കരുത്, അതുമായി പ്രവർത്തിച്ച ആൾക്കാരുമായിട്ട് ബന്ധപ്പെടരുത്. അത് ഭയങ്കരമായ ഒരു ടോർച്ചർ ആണ്, ഒരു വിഷമാണ് അവർ കൊണ്ടു നടക്കുന്നത്. നമുക്കത് മനസ്സിലാവില്ല, അതിൻ്റെ അകത്ത് എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എൻ്റെ ജീവിതം അത് തകർത്തു, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്ത കുറിപ്പാണ്. അപ്പോൾ അത് ചർച്ചാ വിഷയമാണ്, കേസാണ്, മറ്റു കാര്യങ്ങളാണ്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. പലപ്പോഴും പലതരത്തിലുള്ള മാനസികമായ തകർച്ചകൾ, ഒരു അവലംബത്തിൻ്റെ നഷ്ടം, സ്നേഹത്തിൻ്റെ നഷ്ടമാണ്. അത് ബേസിക്കലി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനൈക്യത്തിൻ്റെ ഭാഗമാണ്ടായിരുന്ന യുവതലമുറയെ ബാധിക്കുന്ന അരക്ഷിതാവസ്ഥയാണ് വാസ്തവത്തിൽ കേരളീയ സമൂഹത്തെ ബാധിച്ചത്. ഓരോ ജനവിഭാഗങ്ങളും അവർ ജനിച്ചു വളർന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ആഹ്വാനങ്ങൾ കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായ കാര്യമായിരിക്കും. പക്ഷെ അത് സമൂഹത്തിനുണ്ടാക്കുന്നത് ഭയങ്കരമായ വിള്ളലുകളാണ്. ആ വിള്ളലുകൾ സ്വാഭാവികമായ തലത്തിലുണ്ടാകുന്ന നൈസർഗികമായ ഒരു പ്രക്രിയയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷെ അത് വളരെ ബോധപൂർവം ഉണ്ടാക്കുന്ന വിള്ളലുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയമായ ഒരു സംഗതിയാക്കി മാറ്റുന്നത്. ഇതിപ്പോൾ ഇന്ത്യയുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണണ്ട. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹമായ ഐക്യത്തിലൂടെ മുന്നോട്ട് എല്ലാ വിഭാഗങ്ങളും തമ്മിൽ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഐക്യമാണ്. ഒരുപക്ഷെ ലോകത്ത് ഒരു ജനതയ്ക്കും ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇത്രമാത്രം വൈവിധ്യപൂർണമായിട്ടുള്ള, ഇത്രമാത്രം വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടവർ, നരവംശ വിഭാഗങ്ങളിൽപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലയ്ക്കും യോജിപ്പില്ലാത്ത ഒരു കേരളീയ സമൂഹത്തെ ഐക്യപ്പെടുത്തി സ്വാതന്ത്ര്യം എന്ന ആ ഒരു മഹത്തായ ലക്ഷ്യം വെച്ച് ഐക്യപ്പെടാൻ കഴിഞ്ഞു ഇന്ത്യക്ക്. എന്തുകൊണ്ടത് കഴിഞ്ഞു? അതാണ് കാലത്തിൻ്റെ വിശേഷതയാണ്. ലോകത്തെ പല ജനങ്ങളും അങ്ങനെ ഐക്യപ്പെട്ട് സ്വാതന്ത്ര്യം നേടി. ലോകത്തെ പല ജനങ്ങളും അങ്ങനെ ഐക്യപ്പെട്ട് അവർക്ക് മേലുള്ള അമിതാധികാര ശക്തികളെയും രാജ്യാധികാരത്തെയും അതുപോലുള്ള ഭീകര മർദ്ദനയന്ത്രങ്ങളെയൊക്കെ അതിജീവിച്ച ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടതും ഇന്ത്യയിൽ, കേരളത്തിൽ നവോത്ഥാനം ശക്തിപ്പെട്ടതും ഒക്കെ തന്നെ ഐക്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളം നവോത്ഥാനത്തിന് പ്രത്യക്ഷമായി നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ജാതി സംഘടനകളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ജാതി സംഘടനകൾ ഐക്യത്തിൻ്റെ സന്ദേശമാണ് ഉയർത്തിപ്പിടിച്ചത്. ഇന്ന് ജാതി സംഘടനകളുടെ അവശിഷ്ടങ്ങൾ അനൈക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വിചിത്രമായ മറ്റൊരു സംഗതിയാണ്. പക്ഷേ അന്നത് ജാതിയുടെ പേരിലാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പോലും ഐക്യത്തിൻ്റെ സന്ദേശമാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പുരോഗമനത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആചാര സംബന്ധമായ കാര്യങ്ങളുടെ നിരാകരണത്തിനുമൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ലോകത്തിൽ പല സ്ഥലത്തും അങ്ങനെ നടന്ന ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ തിരിച്ചുവരൽ സംഭവിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്.
അതൊക്കെ തന്നെ നമ്മുടെ ആരിഫ് ബാബുവും വിശ്വംഭര മാഷും സുഭാഷ് ടീച്ചറും തന്നെ പല വേദികൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലോകത്തിൽ മുതലാളിത്തം എന്ന് പറയുന്ന സാമ്പത്തിക വ്യവസ്ഥ ഇന്ന് ഒരു ഏക ഛത്രാധിപത്യത്തിലേക്ക് വന്നു. അതിനൊരു ശീതമത്സരം എന്ന രീതിയിൽ സോഷ്യലിസ്റ്റ് ബദൽ ഉണ്ടായിരുന്നു, അതില്ലാതായി. അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകണ്ട. പക്ഷെ അതിൻ്റെ ഭാഗമായി ഉണ്ടായ അപ്രമാദിത്വം ലോകത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തത്തിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കടി പ്രതിസന്ധിയിൽ പോയി. പ്രതിസന്ധി എന്ന് പറയുന്നതിന് കൂടപ്പുറമാണ്. എന്നാൽ ഈ പ്രതിസന്ധിയാകട്ടെ മുതലാളിത്തത്തിൻ്റെ അവതാരകരും അതിൻ്റെ ഉപയോക്താക്കളും ഏറ്റെടുക്കുകയില്ല. ആ പ്രതിസന്ധി മുഴുവൻ സമൂഹത്തിലെ പാവപ്പെട്ട പണിയെടുക്കുന്ന ദരിദ്രരായ ജനങ്ങളുടെ തലയിൽ വെച്ചു കൊടുക്കും. അവരിൽ നിന്ന് അധിക നികുതി പിടിക്കും, അവരിൽ നിന്ന് അധികം പണിയെടുപ്പിച്ച് ചൂഷണം ചെയ്യും, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിച്ച് അവരെ തകർത്ത് കളഞ്ഞ് അതിൽ നിന്ന് ലാഭമെടുക്കും. ക്രൂരമായ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പ്രതിസന്ധിയിലകപ്പെടുന്ന മുതലാളിത്തം ഭീകരമായ രാക്ഷസ രൂപം കൈവരിക്കും. അതാണ് ഇപ്പോൾ ലോകത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രതിസന്ധി വന്നിട്ട് മാറിക്കഴിഞ്ഞാൽ വേറെ പ്രതിസന്ധി പെട്ടെന്ന് പിന്നാലെ വരും. ഇങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തകരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ നരകയാതന അനുഭവിപ്പിക്കേണ്ടി വരും. ഈ നരകയാതന അനുഭവിക്കുന്ന ജനങ്ങൾ അടങ്ങിയിരിക്കുകയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവർ ഭരണാധികാരത്തിനെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തും. അവർ പ്രതികരിക്കാതിരിക്കണമെങ്കിൽ അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തണം. മറ്റു ചില കപടമായ അനുഭവങ്ങളുടെ പിന്നാലെ, കപടമായ ചില ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും പിന്നാലെ അവരെ പറഞ്ഞേക്കേണ്ടി വരും. അതിനുവേണ്ടി സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കുകയാണ്. നിന്റെ ശത്രു ആരാണെന്ന് തീരുമാനിക്കുകയാണ്. നിന്റെ ശത്രു ആരാ? നിന്റെ അയൽപക്കത്തുള്ള അന്യമതസ്ഥനായിട്ടുള്ള ആളാണ്. അവൻ്റെ ആരാധനാലയമാണ്, അവൻ്റെ ആഘോഷയാത്രകളാണ്, അവൻ്റെ മതസംബന്ധമായ ഉത്സവങ്ങളാണ്, അവൻ്റെ സാന്നിധ്യമാണ്. അതാണ് നിന്റെ ശത്രു. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംഘർഷം, ഒരു വർഗീയതകളാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള മരണങ്ങൾ, അതിൻ്റെ ഭാഗമായി യഥാർത്ഥ ശത്രു രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ. ഇതിൻ്റെ ഭാഗമായി ലോകത്ത് പലയിടത്ത് ഇത്തരത്തിലുള്ള നീക്കം വിജയിക്കുകയും ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ വീണ്ടും അങ്ങേയറ്റം യാഥാസ്ഥിതികത്വത്തിലേക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യഭരണത്തിലേക്ക് ഉൾത്തെറിഞ്ഞ ജനത വീണ്ടും അതിനെയൊക്കെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. പലയിടത്തും അത്തരത്തിലുള്ള അക്രമവാസനകൾ നമുക്കറിയാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ അതുപോലെ വളർന്ന് ഓരോ സ്ഥലത്തും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യവാദികളായിട്ടുള്ള, ദേശീയവാദികളായിട്ടുള്ള, സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ള, ബുദ്ധിജീവികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ മാറ്റി കച്ചവടക്കാരും കൊള്ളലാഭക്കാരും അവരുടെ വക്താക്കളും ട്രംപുമാരും മറ്റവരും മറിച്ചവരും ഒക്കെ തന്നെ മതമേധാവികളും അവരുടെ കിങ്കരന്മാരും ഒക്കെ തന്നെ ഇന്ത്യയിലും ഒക്കെ തന്നെ അധികാരത്തിൽ വന്നു. ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ കിട്ടിയ അധികാരം അത് കിട്ടിയത് ഇത്തരത്തിലുള്ള രൂക്ഷമായ രക്തച്ചൊരിച്ചിലൂടെയും അന്യോന്യം ജനങ്ങളെ അവൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി അവനെ തമ്മിൽ തല്ലിച്ച് ഒരു വൈകാരിക അന്തരീക്ഷം ഉണ്ടാക്കി ജീവൽ പ്രശ്നങ്ങളിൽ നടത്തി മാറ്റി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്ന പള്ളിയാണ്, അമ്പലമാണ്, തകർക്കേണ്ടതാണ്, പണിയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പോലുള്ള മഹത്തായ ജനാധിപത്യ പ്രക്രിയയുടെ ലക്ഷ്യം തന്നെ അങ്ങേയറ്റം വികലമാക്കി അവതരിപ്പിച്ചു അധികാരത്തിലേറിയിട്ടുള്ളതാണ്. അത് നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ വിചാരിച്ചിരുന്നത്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു, നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കാനുള്ള കെൽപ്പ് കേരളത്തിലുണ്ട് എന്നതാണ്. കാരണം പല കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള ഒരു നിലപാട് കേരളം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടായി. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അതിന് തൊട്ട് പിന്നാലെ, സ്വാതന്ത്ര്യത്തിന് തൊട്ട് പിന്നാലെ മുമ്പായൊക്കെ ഭയങ്കരമായ വർഗീയ കലാപങ്ങളുണ്ടായി. ഹിന്ദു പാനി, മുസ്ലിം പാനി, ഹിന്ദുക്കളുടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ ചുട്ടുകരിക്കുക. പക്ഷെ അന്നൊന്നും കേരളം അതൊന്നും കേട്ടിരുന്നില്ല, കേരളത്തിൽ അതൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം അത്ര ശക്തമായ ജനാധിപത്യവൽക്കരണം കേരളത്തിൽ നിന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് പ്രത്യക്ഷത്തിൽ ഇതൊന്നും കേരളത്തെ ബാധിച്ചിട്ടില്ലെങ്കിൽ. കാരണം കേരളീയന് ഇത്തരത്തിലുള്ള വലതുപക്ഷ
രാഷ്ട്രീയ മതവാദ ശക്തികൾക്ക് ഭരണാധികാരത്തിൽ ഇടം കൊടുത്താൽ അത് തങ്ങളുടെ ജീവിതം തകർക്കും എന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേരളീയൻ എത്തിയിട്ടില്ല. ഒരു ജനാധിപത്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കക്ഷി തന്നെ കേരളത്തിൽ ഭരണാധികാരം, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലായാലും കേരള സർക്കാരിലായാലും അധികാരത്തിൽ വരണമെന്ന് കേരളീയൻ ആഗ്രഹിക്കുന്നു. അത് വലിയ ഇടതുപക്ഷ ബോധമോ രാഷ്ട്രീയ ബോധം ഉണ്ടായിട്ടൊന്നല്ല, ജീവൽ പ്രശ്നമാണ്. കാരണം അങ്ങനെ അല്ലാതെ വോട്ട് ചെയ്യണമെങ്കിൽ ഇനി വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നും ഇനി കോവിഡ് ഉണ്ടാവില്ല എന്നും അവനെ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. അത്തരം പ്രതിസന്ധികളിലൂടെ ഇനിയും കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഉണ്ടാവേണ്ട അധികാരം ആരുടെയാണെന്ന് അവന് നല്ല ബുദ്ധിമുണ്ട്, ഉത്ബോധ്യമുണ്ട്. ജീവന്റെ ഭയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത വർഷത്തിന് വോട്ട് ചെയ്യുന്നത്. പക്ഷെ ആശയപരമായും സാംസ്കാരികമായും അവൻ അങ്ങേയറ്റം വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ ഔദ്യോഗികപാട് കൂടി ഇക്കഴിഞ്ഞ് കണ്ണൂരിൽ വെച്ച് കൂടിയിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കേരള പ്രത്യക്ഷത്തിനപ്പുറം എന്ന് പറയുന്ന രേഖ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഒരു സാംസ്കാരിക പ്രശ്നമാണ്. അത് പരിഹരിക്കുന്നതിന് നമ്മുടെ ലൈബ്രറികൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നിരന്തരമായ നമ്മുടെ ആശയവിനിമയങ്ങൾ, കൂട്ടായ്മകൾ, തുറന്ന് നമ്മുടെ വർത്തമാനങ്ങൾ, കലാവതരണങ്ങൾ, അതിലൂടെയൊക്കെ അത് സാധ്യമാക്കാൻ കഴിയുന്നു. നമ്മുടെയൊക്കെ ഈ ജീവിത പ്രതിസന്ധി രൂക്ഷമാക്കുന്നതിൽ രാജ്യത്തെ മത ഭ്രാന്തന്മാരും വർഗീയ ശക്തികളും ഒക്കെ തന്നെ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള മാധ്യമങ്ങൾ. കേരളത്തിൽ അവർക്കൊന്നും തന്നെ കാര്യമായ സ്വാധീനമില്ലാത്ത കാലഘട്ടത്തിൽ പോലും ഈ മതഭീകര ശക്തികൾക്ക് പത്രസ്ഥലവും ചാനലിലും സ്ഥലങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്ത് അതിനെ ഓരോ സന്ദർഭത്തിലും താലോലിച്ച് വളർത്തി ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ വലതുപക്ഷ പത്രമാധ്യമങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ തുറന്നു കാണിച്ച് അതിനെതിരായിട്ട് നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ഇത്തരം കൂട്ടായ്മകൾ അതിന് സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.